ഹലോ കൂട്ടുകാരെ, ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടിയ സ്ഥലത്തൊന്ന് ആദ്യമായിട്ട് പോയതാണ്. വയനാട്ടുകാരിയാണെങ്കിലും പോകാൻ സാധിച്ചില്ല, മനസ്സ് വന്നിരുന്നില്ല. ഇന്നൊന്ന് പോയി അവിടുത്തെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. കരടലിയിക്കുന്ന സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. പോയിട്ട് ഭയങ്കര സങ്കടത്തിലാണ് തിരിച്ചു വന്നത്. അത് കിടക്കുന്ന സ്ഥലം കണ്ടോ, ഒരു ലോകം മൊത്തം ഒലിച്ചു പോയതുപോലെയുള്ളത്. ഈ സ്കൂളിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി കണ്ടു. സ്കൂളിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ്, പകുതി മുക്കാലും മണ്ണ്, അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ക്ലാസ് റൂമാട്ടത്. ക്ലാസ് റൂമിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ മണ്ണ്. പാവം കുട്ടികളൊക്കെ, നല്ല മക്കളൊക്കെ പഠിച്ച സ്ഥലമാണ്. അതിൻ്റെ ഉള്ളൊന്നും കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. വരാന്തയിലൊക്കെ മുക്കാൽ ഭാഗം മണ്ണാണ്. പിന്നെ അതിൻ്റെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടൊക്കെ, ഇതിപ്പോൾ സ്കൂളിൻ്റെ ജനലാണ്. ജനലിൻ്റെ മുകളിലൊക്കെ മരങ്ങൾ വന്ന് അടിഞ്ഞ് കിടക്കുക കേട്ടോ, ഒടിഞ്ഞ് മുറിഞ്ഞ് ചതഞ്ഞ്. ആ മുകളിൽ കാണുന്ന പെയിൻ്റ് അല്ല, അത്രയും ചെളി തെറിച്ചതാണ്. ഇത് ഒലിച്ച് വന്ന പാറകളാണ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കല്ലൊക്കെ അവിടുന്ന് ഒലിച്ച് വന്നതാണ്. ഒരു ചെറിയ കല്ല് വെള്ളത്തിലിട്ട് താന്ന് പോകുന്നത് അവിടുന്ന്. ഇത്രയും വലിയ പാറകളൊക്കെ ഒലിച്ച് വന്നെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? പാറക്കൂട്ടങ്ങൾ. ഇത് നല്ലൊരു വീടാണ്. ആ വീട്ടിൽ അതിൻ്റെ ഉടമസ്ഥരൊന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു. അതിൻ്റെ അവസ്ഥ ഉണ്ട്. അതും നല്ലൊരു വീടായിരുന്നു കണ്ടോ. ഒരു മനുഷ്യൻ ഇവിടെ താമസിക്കണില്ല, എല്ലാവരും ഉപേക്ഷിച്ച് പോയിക്കുകയാണ്. ഈ പാറൻ്റെ അടുത്ത് ഞാൻ നിന്നിട്ട് ഫോട്ടോഷൂട്ട് എടുത്തതല്ല. ഈ പാറൻ്റെ ഹൈറ്റ് കണ്ടോ, അത്രയും വലിയ കല്ലുകൾ ഒലിച്ച് വന്നതാണ്. അത് കണ്ടപ്പോൾ ഭയങ്കരമായ വിഷമമായി. ഓരോരോ വീടുകളും കണ്ടോ, നല്ല നല്ല വീടുകളുണ്ട്. ഇവിടെ കയറി കാണുമ്പോൾ ഭയങ്കര സങ്കടം വരികയാണ്. എത്രയോ ജീവനുകൾ ഈ മണ്ണിൻ്റെ അടിയിലുണ്ട് ഇനിയും. ഇതുണ്ടോ, കല്ലുകൾ കൂമ്പാരമായി കിടക്കുകയാണ്. കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു കല്ല് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഉരുൾപൊട്ടിയിട്ടൊക്കെ കുറേ ആയി, പക്ഷെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ഞാൻ തിരിച്ചു പോകുന്നത്. ഇതുണ്ടോ, ഒരു ലോകം മൊത്തം. ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്, പോയി കാണണം എന്ന് വിചാരിച്ച് പോകാൻ പറ്റിയില്ല. ഭയങ്കര വിഷമത്തോടെ തിരിച്ചു പോകുന്നു. മരങ്ങളൊക്കെ ഇങ്ങനെ പിഴുത് എറിഞ്ഞതുപോലെയുള്ളത്. ഇപ്പോൾ ഇതിൽ തുള്ളി വെള്ളം, ഈ സൈഡ് കൂടെ ഒരു അരുവി പോലെയാണ് വെള്ളം പോകുന്നത്. ഇതാ, അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ശാന്തമായി ഒരു അരുവിൽ കൂടെ ചെറിയൊരു വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. ഈ രീതിയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്നിട്ട് ഭയങ്കരമായ സങ്കടമായി, സഹിക്കാൻ പറ്റിയില്ല.